ലാൽ സലാം ഡി എസ് ഹീറേ പ്രണവ് മോഹൻലാലിൻ്റെ റിലീസായ ചിത്രമാണ്. ഇന്ന് പ്രീമിയർ ഷോ കഴിഞ്ഞു. സിനിമ കണ്ടിട്ടിറങ്ങിയപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു റിവ്യൂ ആണ്. സാധാരണ ഗതിയിൽ ഒരു പ്രീമിയർ ഷോ കാണുമ്പോൾ പലർക്കും പല അഭിപ്രായമാണ്. നമ്മളിത് ഡയറക്റ്റ് കണ്ടിട്ടുള്ളത്, നമ്മൾ ഇതുവരെ ഒരു പ്രീമിയർ ഷോ കണ്ടിട്ടില്ല. പലപ്പോഴും പലരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് റിവ്യൂ ചെയ്യാറുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രീമിയർ ഷോയിലൂടെ കാര്യങ്ങൾ കാണുകയാണ്. അപ്പം ഒരു കാര്യം പറയാം, ഇത് രാഹുൽ സദാശിവൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഭൂതകാലത്തിനും അതേപോലെ ഭ്രമയുഗത്തിനും ശേഷം ഡി എസ് ഹീറയുമായി അവരെത്തുമ്പോൾ അത് ഒന്നാന്തരം ഒരു ക്ലാസ് ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. എന്തായാലും ഇതിനകത്തിൽ എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതേപോലെ തന്നെ എഡിറ്റിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒക്കെ കിണ്ണം കാഴ്ച സംഭവമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് സിനിമ എത്തിച്ചിരിക്കുന്നത്. ഇനിയും ഇത് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ കിടുക്കനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഹൊറർ സിനിമയാണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കയറി കാണാം. കൂട്ടുകാരുമൊക്കെ ആയിട്ട് പോവാതിരിക്കുക, ഒറ്റയ്ക്ക് പോവുക. കാരണം സംസാരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഞെട്ടിച്ച് തന്നെ നമ്മളെ ഇറങ്ങുന്നിടം വരെ നമ്മളെ അങ്ങനെ വിറപ്പിക്കുന്ന സിനിമ എന്ന് തന്നെ പറയും. ഹൊററൊന്നും മലയാളത്തിൽ ഇത്ര ഗംഭീരമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേറൊരു കാര്യം കൂടി എടുത്ത് പറയാം, എല്ലാവർക്കും ഈ സിനിമ വർക്കൗട്ട് ആകുമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഗംഭീരമായി പറയുന്നു ഒന്നും ഒരു അവകാശവാദമില്ല. ഞാൻ കണ്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിൻ്റെയും വൈനോട്ട് സ്റ്റുഡിയോസിൻ്റെയും ബാനറിൽ ഒരു സിനിമ വരുമ്പോൾ പ്രതീക്ഷിച്ചത് എന്താണോ ഒരു വലിയ എക്സ്പെക്റ്റേഷനിലൂടെ കൂടി പോവുകയാണ്. അതൊരു വലിയ നെഗറ്റീവ് ആണെന്ന് പറയും. പക്ഷേ ഈ ഒരു ടീം പ്രത്യേകിച്ച് രാഹുൽ സദാശിവനും കൂടെ ചേർന്നിട്ട് ഒരു സിനിമ ഇറക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ എനിക്ക് 100% ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഭ്രമയോഗവുമല്ല ഈ പറഞ്ഞ പോലെ ഭൂതകാലവുമല്ല ഈ ഒരു ചിത്രം. എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ്. ഞെട്ടാൻ അല്ലെങ്കിൽ ഇങ്ങനെ പേടിക്കാൻ ആഗ്രഹമുള്ള ഹൊറർ കണ്ട് പേടിക്കണം എന്നുള്ളവരെ അത് പേടിപ്പിച്ചിട്ട് തന്നെ വിടുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സിനിമയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഗംഭീരമായിട്ടുള്ള ടെക്നിക്കൽ പെർഫെക്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് സൗണ്ട് മിക്സിങ്ങും BGMഉം ഒക്കെ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടേതായി നിൽക്കുന്നത്. എന്തായാലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഗംഭീരം. പിന്നെ ഈ രാഹുൽ സദാശിവൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, വളരെ കുറച്ച് ആളുകളെ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ ഓടിക്കുന്നത്. ഇതിലും എങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും പ്രകടനവും മികച്ച് തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും വേറെ വലിയ ലോജിക്കും കാര്യങ്ങളുമൊന്നുമല്ല പറയുന്നത്. ഇതൊരു ഹൊറർ മൂവിയാണ്. ആ ഹൊറർ ഫീലിൽ പോവുകയാണെങ്കിൽ ഗംഭീരം തന്നെയാണ്. പതിഞ്ഞ താളത്തിലാണ് സിനിമയുടെ പോക്ക്. ത്രൂ ഔട്ട് അങ്ങനെ തന്നെയാണ് ഈ സിനിമയുടെ പോക്ക്. പക്ഷേ അതൊരിക്കലും നമ്മളെ ബോറടിപ്പിക്കുകയോ ഒന്നുമില്ല. കാരണം നമ്മളറിയാതെ ആ സിനിമയിലേക്ക് എത്തുന്നു. എന്താണ് ഭ്രമയുഗത്തിൽ കാണിച്ചു തന്നിരുന്നത്, എന്താണ് ഭൂതകാലത്തിൽ അദ്ദേഹം കാണിച്ചു തന്നിരുന്നത്, അതിൻ്റെ മുകളിലേക്കുള്ള വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചിത്രം എന്ന് തന്നെയാണ്. അതായത് എപ്പോഴും ഈ രണ്ട് സിനിമകളും നമ്മുടെ മനസ്സിൽ വരാം. ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഇങ്ങനെയായിരിക്കണം ഒരു ഡയറക്ടർ എന്നുള്ളതാണ്, ഇങ്ങനെയായിരിക്കണം ഒരു സംഭവം എടുക്കുന്നതും എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഷഫീഖ് മുഹമ്മദിൻ്റെ എഡിറ്റിങ്ങും ഗംഭീരമാണ്. അതേപോലെ തന്നെ ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക്കും ഗംഭീരമാണ്. BGM ഒക്കെ തകർത്തടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത്ര മനോഹരവും ഗംഭീരമാണ്. അതായത് ഇത് കത്തിച്ചു ആളിക്കത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാളെ രാവിലെ ഇനി തിയേറ്ററിലേക്ക് പോകുന്നവരുടെ അഭിപ്രായങ്ങൾ നോക്കിയാലും അതിഗംഭീരമെന്ന് തന്നെയായിരിക്കും. കാരണം അത്ര രസകരമായിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. ഇനിയും കൂട്ടം കൂടി പോകരുതെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. അതിനിടയിലിരുന്ന് കൗണ്ടറും കോമഡിയൊക്കെ വരുമ്പോൾ സിനിമയ്ക്ക് ഇത് എനിക്ക് ഭ്രമയുഗം കണ്ടപ്പോഴും പറ്റിയ ഒരു കാര്യമായിരുന്നു. എറണാകുളം കവിതയിലിരുന്ന് കണ്ടപ്പോൾ പുറകിലിരുന്ന് കുറേ അലവലാദികൾ എന്ന് തന്നെ പറയാം, വെറുതെ ഇരുന്ന് കമൻറ്റും ഒക്കെ അടിച്ചു പോകുന്നു. പിന്നെ രണ്ടാമത് സിനിമ കണ്ടപ്പോഴാണ് ഭയങ്കര രസകരമായത്. ഇവിടെ നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള മോഡിലുള്ള സിനിമകൾ കാണാൻ പോകുമ്പോൾ എടുത്തു പറയാനുള്ളതും അത് തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോവുക, സിനിമ കാണുക, ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് താല്പര്യമില്ലെങ്കിൽ പുറകിലിരുന്ന് കമൻ്റ് അടിക്കരുത്. ഈ സിനിമയ്ക്കും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായി. പക്ഷേ പൊളി ഗംഭീര ഫിയർ മോഡുള്ളത് കൊണ്ട് പലരും സൈലൻ്റ് ആവുന്നു. ഫസ്റ്റ് ഹാഫ് എന്നോ സെക്കൻഡ് ഹാഫ് എന്നോ ഇല്ല, രണ്ടും. ഫസ്റ്റ് ഹാഫ് സൂപ്പറെങ്കിൽ അടുത്തത് സെക്കൻഡ് ഹാഫ് അതിസൂപ്പർ എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ. നിങ്ങൾ ഹൊറർ സിനിമ ആഗ്രഹിക്കുന്നവരാണ്, അല്ലാതെ ഭയങ്കര ഫാസ്റ്റ് പേസിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് എടുക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. ലാൽ സലാം.